കോഴ്സ് നിങ്ങൾക്ക് ഏത് വേണം പഠിക്കാം, പക്ഷെ പഠിച്ച കോഴ്സിന് ജോലി കിട്ടുക എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് ഉറപ്പ് നൽകുന്ന എഗ്രിമെന്റ് പേപ്പറാണ്. പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ലൈഫ് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കോഴ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് കോഴ്സ്, എങ്ങനെയാണ് ഈ എഗ്രിമെന്റ് വെച്ചിട്ട് ജോലി ഉറപ്പ് തരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ കോഴ്സ് വരുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സ്മാർട്ട് ഫോൺ ചിപ്പ് ലെവൽ കോഴ്സാണ്. അത് 7 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 7 മാസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സും അത് കഴിഞ്ഞ ശേഷം 1 ഇയർ ഓൺ ജോബ് ട്രെയിനിങ്ങും ഉണ്ടാവും. ആ ഓൺ ജോബ് ട്രെയിനിങ്ങിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു 7 മാസം കൊണ്ട് അവർ ഇവിടെ അടയ്ക്കുന്ന ഫീസ് അതിലധികവും അവർക്ക് റിട്ടേൺ കിട്ടും. അത് 10 to 15K വരെ സ്റ്റൈഫൻഡോട് കൂടിയാണ് നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 20 to 25K സ്റ്റാർട്ടിങ് സാലറിയിൽ അവർക്ക് ജോലി എഗ്രിമെൻ്റ് എഴുതിയിട്ട് തരികയും ചെയ്യും. അത് എന്താണ് ഇത്ര ഉറപ്പ് നമ്മൾ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ പഠന രീതിയാണ്. ആ പഠന രീതി എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ലാബിലേക്ക് പോകാം. ലാബിൽ നിന്ന് കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ലാബ് വരുന്നത്. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് മെഷീനറീസ് ആണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. കണ്ടില്ലേ? അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് അധ്യാപകൻ്റെ ടേബിൾ, നമ്മളെ ഫാക്കൽറ്റിയുടെ ടേബിൾ ഇതാണ്. ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ള അതേ മൈക്രോസ്കോപ്പ്, ബ്ലോവർ, അയൺ, സെയിം സാധനം തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസിനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇതാണ് നമ്മളൊരു ഐഫോണിൻ്റെ ബോർഡാണ്, ഐഫോണിൻ്റെ സാൻഡ്വിച്ച് ബോർഡ്. അപ്പോൾ ഇതിലെ കമ്പോണൻസുകളൊക്കെ കണ്ടില്ലേ എത്രത്തോളം ചെറുതാണെന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ മൈക്രോസ്കോപ്പ് എന്നുള്ളത് മനസ്സിലാക്കി തരാം. ജസ്റ്റ് അവിടെ നിന്നിരിക്കും. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കിക്കോളൂ, കറക്റ്റ് കാണുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അതായത് നേരിട്ട് കണ്ട ആ സാധനം എത്രത്തോളം ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ട് ഇതിലൂടെ കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? അതുപോലെ ചിപ്പ് ലെവൽ കോഴ്സ് എന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ചിപ്പ് ലെവൽ കോഴ്സ് വരുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ത്യ ഇന്ന് എത്രാം സ്ഥാനത്താണ് നല്ല അടിപൊളി ടെക്നീഷ്യന്മാർ സൃഷ്ടിക്കുന്നത് അറിയാം? ഇല്ല. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഏത് രാജ്യം നിന്ന് വരുന്നത് അറിയാം? അറിയില്ല. ഏകദേശം ജസ്റ്റ് ഒരു ഗസ്. ജപ്പാനൊക്കെ ആയിരിക്കാം. ഓക്കെ, ജപ്പാൻ 2ാം സ്ഥാനമാണ്. ഓക്കെ, 1ാം സ്ഥാനം ആയിരിക്കും. അറിയാം? 1ാം സ്ഥാനം ഒന്ന് ഊഹിച്ചാൽ കിട്ടും. ചൈനയാണോ? യെസ്, ചൈനയാണ് 1ാം സ്ഥാനം എന്നുള്ളത്. 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം വരുന്നത് കൊറിയ, 4 US-ഉം 5 തായ്വാന്റെ ചുവട്ടിലായിട്ട് 6ാം സ്ഥാനത്താണ് നമുക്ക് ഇന്ത്യക്കാർ. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ 6ാം സ്ഥാനത്തും 2,30,00,000 ജനങ്ങൾ മാത്രമുള്ള തായ്വാൻ 5ാം സ്ഥാനത്തുള്ളത് അല്ലേ? ബാക്കി ചൈനയൊക്കെ അത്യാവശ്യം ജനസംഖ്യ ഉണ്ട്, എങ്കിലും ഇന്ത്യന്റെ താഴെ 2ാം സ്ഥാനത്താണ്. ജപ്പാനും കുറവാണ് അല്ലേ? പക്ഷേ അവരാണ് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ ഉള്ളത്. ആ ഒരു പഠനം നമ്മൾ നടത്തി. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ടൂളുകൾ, അവരുടെ സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ അവർ പഠിക്കുന്ന രീതികൾ, അവരുടെ സിലബസ്, ഇതൊക്കെ തീർച്ചയായും വ്യത്യസ്തമാണ് നമ്മൾ പഠിക്കുന്നതെന്നും. അവിടെ തിയറികൾ അധികം ഉണ്ടാവില്ല. തിയറി ഉണ്ട്, പക്ഷേ തിയറും പ്രാക്ടിക്കലും കൂടെ മിക്സ് ചെയ്താൽ പോകുന്നത് അവരുടെ പഠന രീതി. പിന്നെ അതുപോലെ തന്നെ ഈ ടൂൾസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്പെയർസ്, ഇതെല്ലാം ഈ ചൈന പോലത്തുള്ള രാജ്യങ്ങളിലൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അവർക്ക് സ്റ്റാൻഡേർഡിലോട്ട് വരാൻ പോവാണ്. ഈസി ആക്സസ് ആണ് അവർക്ക് എല്ലാ കാര്യത്തിനും. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ പഠനത്തിന്റെ ക്വാളിറ്റി കൂടും, അവരുടെ ടെക്നീഷ്യന്മാരുടെ ക്വാളിറ്റി കൂടും, എല്ലാം മാറ്റം വരും. അപ്പോൾ അവരുടെ മൊത്തത്തിലൊരു പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മളും ആ ഒരു ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള ടൂൾസ് ആൻഡ് മെഷീൻസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതും അതിനനുസരിച്ചിട്ടുള്ള ഒരു സിലബസും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനുള്ള ഹോസ്റ്റൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ, ടൂൾ കിറ്റ്, യൂണിഫോം, എല്ലാ സംഗതിയും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ട്രെയിനിങ് ഫീസോ അതല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഫീസോ എക്സാം ഫീസ് പോലും നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല. അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ലാപ്ടോപ്പ് ആൻഡ് മാക്ബുക്ക് റെഗുലർ സർവീസും കൂടെ നമ്മൾ പഠിപ്പിച്ചു. അതുപോലെ ഞാൻ വേറെ എവിടെയും കേട്ടില്ല അതുപോലെ അഡീഷണൽ ആയിട്ട് മാക്ബുക്കും ലാപ്ടോപ്പൊക്കെ. ഒരു സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ ആകുമ്പോൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ ലാപ്ടോപ്പ് സർവീസിങ്, അതുപോലെ തന്നെ മാക്ബുക്ക് സർവീസിങ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഈ മാക്ബുക്ക് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും മറ്റ് ആക്സറീസ് ആണെങ്കിലും എന്ത് ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനും കോമൺ ആയിട്ട് ഒറ്റ സർവീസ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ വരിക ഈ സ്മാർട്ട് ഫോൺ മാത്രമല്ല, ചില സ്മാർട്ട് വാച്ച് വരും, പിന്നെ അതുപോലെ തന്നെ ഇയർപോഡുകൾ, ഇയർബഡുകൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകളും എല്ലാം വരും. ഒരു ഐഫോണിന്റെ ബോർഡാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ബോർഡൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഇവര് പഠിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര സ്മാർട്ട് ആട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു സർവീസ് സെന്റർ ഉണ്ട്. നിങ്ങളെ ലാപ്ടോപ്പോ മൊബൈൽസോ എന്ത് വേണമെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സെന്റർ ഭയങ്കര ലൈവായിട്ട് ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് സർവീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഓപ്ഷൻ ഇവരോട് കൊടുക്കുന്നുണ്ട്. അതായത് ഡെമോ ക്ലാസ്സുകൾ. അതായത് നിങ്ങൾക്ക് ഈ കോഴ്സ് പറ്റുമോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിലൂടെ തന്നെ നിങ്ങൾക്ക്
ഫീസൊന്നും ആദ്യം അടയ്ക്കേണ്ട. ഈ ഡെമോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഫീസ് അടിച്ച് ചേർന്നാൽ മതി. അപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ ജെന്യൂനായിട്ട് തോന്നി, ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ലാൻഡ് ഷിപ്പ് മാള്. അപ്പം അതറിയില്ലെങ്കിൽ നിങ്ങൾ കപ്പൽ ബിൽഡിംഗ് എവിടെയെന്ന് ചോദിച്ചാലും മതി.